ഈ സെഷനിൽ നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 14ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ് അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം DNA സീക്വൻസ് ആണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത്. ഈ ജനറ്റിക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ആണ് ഓരോ ഓർഗാനിസത്തിന്റെയും ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലും വേറൊരു ഇൻഡിവിജ്വലിൽ നിന്ന് ഡിഫറെന്റ് ആവാനുള്ള കാരണം എന്താണ്? അവരുടെ DNA കോമ്പോസിഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ഡിഫറൻസ് ആണ് ഈ DNA കോമ്പോസിഷനിൽ ഓരോ ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് വേറൊരു ഇൻഡിവിജ്വലിൽ ഉണ്ടാവുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഗോൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഹ്യൂമൻ ജീനോമിനെ എലൂസിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സീക്വൻസ് ചെയ്യുക. അത് കംപ്ലീറ്റ് ഹ്യൂമൻ ജീനോമിനെ സീക്വൻസ് ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അതൊക്കെയായിരുന്നു. ഏതൊക്കെയാണ് ജീൻ എന്ന് കണ്ടുപിടിക്കുക, ഏതൊക്കെ തരത്തിലുള്ള ഇൻട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനത്തെ കുറേ ഗോൾസുമായിട്ടാണ് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കിന്റെ അഡ്വാൻസ്മെന്റും അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റും ഒക്കെ ഈ DNA ഐസൊലേറ്റ് ചെയ്യാനും അതിന് ചെറിയ ചെറിയ പീസാക്കി ക്ലോൺ ചെയ്ത് അതിന്റെ നമ്പർ ഓഫ് കോപ്പി കൂട്ടാനും കഴിഞ്ഞത് ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് സിമ്പിളും ഫാസ്റ്റ് ടെക്നിക്കുമാക്കി മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു അംബീഷ്യസ് പ്രോജക്റ്റ്, അതായത് ഹ്യൂമൻ ജീനോം കംപ്ലീറ്റ് സീക്വൻസ് ചെയ്യണം എന്നുള്ള ആ പ്രോജക്റ്റ് 1990 ലോഞ്ച് ചെയ്തു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു കേട്ടോ. അത് എന്താ പറയാ, ഈ പ്രോജക്റ്റ് വളരെ സിംപ്ലി അത് ഡിഫൈൻ ചെയ്യാൻ അതിന്റെ എക്സ്പെൻസ് പറയുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഹ്യൂമൻ ജീനോം ഏകദേശം 3 × 10⁹ ബേസ് പെയർസ് ആണ്. അതിന്റെ സീക്വൻസ് കോസ്റ്റിംഗ് വന്നിട്ട് $3 ഒരു ബേസ് പെയറിനെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രയായിരിക്കും അതിന്റെ കംപ്ലീറ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്? $9 ബില്യൺ ആയിരിക്കും. ഒരു ബില്യൺ എന്ന് പറയുന്ന 100 crore ആണെന്ന് ഓർക്കണേ. അപ്പൊ $900 crore ആണ് അതിന്റെ എക്സ്പെക്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൽ നിന്ന് കിട്ടിയ സീക്വൻസ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടിയ ബേസ് പെയർസ് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും? അതിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു ബുക്കാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ അതിന്റെ ആ റിട്ടൺ ഫോമിൽ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ 1000 ലെറ്റേഴ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന 1000 പേജസ് ഉള്ള 3300 ബുക്ക് വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സിംഗിൾ ഹ്യൂമൻ സെല്ലിലുള്ള കംപ്ലീറ്റ് DNA സീക്വൻസ് ചെയ്ത് നമ്മൾ ആ സീക്വൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ 1000 ലെറ്റർ ഉൾക്കൊള്ളുന്ന 1000 പേജുള്ള 3300 ബുക്സ് വേണം എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല അല്ലേ? ഇനി അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? എൻ്റെ ഭഗവാനെ, ഇത് ഇത്രയും നോക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് തീർന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് നമ്മൾ റിട്ടൺ ഫോമിലൊന്നും വെക്കുക എന്ന് പറയുന്ന അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് അതിന്റെ ഡാറ്റാ ബേസ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ സ്റ്റോർ ചെയ്യാം എന്നുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ആ ഒരു ടെക്നോളജിയാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് കേട്ടോ. അത് ഈ കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യും അതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഡാറ്റ സ്റ്റോറേജും ആ ഡാറ്റയുടെ റിട്രീവലും ആ ഡാറ്റയെ കുറിച്ചിട്ടുള്ള ഫർദർ അനാലിസിസും ഒക്കെ ചെയ്യാൻ ഈസിയായി. അതേപോലെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ അത് അത്രയും ഒരു ഡെവലപ്മെന്റ് വന്നത് ബയോ ഇൻഫർമാറ്റിക്സ് ഡെവലപ്പ് ചെയ്തോടുകൂടിയാണ്. കാരണം ബയോ ഇൻഫർമാറ്റിക്സിൽ കമ്പ്യൂട്ടേഷണൽ ആപ്ലിക്കേഷനാണ്, അതായത് കമ്പ്യൂട്ടറിന്റെ ആപ്ലിക്കേഷൻ ടുവേർഡ്സ് ദ ബയോടെക്നോളജി ആൻഡ് ദീസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അതൊക്കെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് ആ ഡാറ്റാബേസ് ഫർദർ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യും. മാനുവലി അല്ലാതെ കമ്പ്യൂട്ടർ തന്നെ ഇപ്പം നമ്മളൊരു ഡാറ്റ കൊടുത്താൽ ആ ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഏത് ക്രോമസോമിൽ വരുന്നതാണ് എന്നൊക്കെ അനലൈസ് ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പ്രോഗ്രാം ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അത് മാത്രമൊന്നുമല്ല കേട്ടോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഡ്രഗ് ഡിസൈനിങ് ഒക്കെ ഈ ബയോ ഇൻഫർമാറ്റിക്സിൽ വരുന്ന. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തോടുകൂടി നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഈസിയായി. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഇൻ ദ പ്രസീഡിംഗ് സെക്ഷൻ യു ഹാവ് ലേൺ ദാറ്റ് ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ബേസസ് ഇൻ DNA ദാറ്റ് ഡിറ്റർമൈൻ ദ ജനറ്റിക് ഇൻഫർമേഷൻ ഓഫ് എ ഗിവൻ ഓർഗാനിസം. നമുക്കറിയാം ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നത് അതിന്റെ DNAയിലാണ്. ഇൻ അതർ വേർഡ്സ്, ജനറ്റിക് മേക്കപ്പ് ഓഫ് ആൻ ഓർഗാനിസം ഓർ ആൻ ഇൻഡിവിജ്വൽ ലൈ ഇൻ ദ DNA സീക്വൻസസ്. ഇഫ് ടു ഇൻഡിവിജ്വൽ ഡിഫർ ദെൻ their DNA sequences should also be different at least at some places. രണ്ട് ഇൻഡിവിജ്വൽ ഡിഫറന്റ് ആണെന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും DNA സീക്വൻസ്
സീക്വൻസസിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഡിഫറൻസ് ഉണ്ടാവും. ദീസ് അസംഷൻ ലെഡ് ടു ദ ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ദ കംപ്ലീറ്റ് DNA സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം. അതുകൊണ്ട് തന്നെ ഈ കംപ്ലീറ്റ് ഹ്യൂമൻ ജീനോമിന്റെ സീക്വൻസിങ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക് വെയർ ഇറ്റ് വാസ് പോസിബിൾ ടു ഐസൊലേറ്റ് ആൻഡ് ക്ലോൺ എനി പീസ് ഓഫ് DNA ആൻഡ് അവൈലബിലിറ്റി ഓഫ് സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ടെക്നിക് ഫോർ determining the DNA sequence, a very ambitious project of sequencing human genome project was launched in the year 1990. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ എസ്റ്റാബ്ലിഷ്മെന്റോട് കൂടിയിട്ട് DNA ഐസൊലേറ്റ് ചെയ്യാനും അതിനെ പീസസ് ആക്കാനും ക്ലോൺ ചെയ്ത് ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കാനും പറ്റി. അതേപോലെ തന്നെ ഒരു DNA സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കും കണ്ടുപിടിച്ചതോടുകൂടി ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തു 1990. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വാസ് കോൾഡ് മെഗാ പ്രോജക്റ്റ്. അതൊരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. യു ക്യാൻ ഇമാജിൻ the magnitude and requirement for the project if we simply define the aims of project as follows. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയും, ചുമ്മാ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ജീനോം ഈസ് സെറ്റ് ടു ഹാവ് അപ്രോക്സിമേറ്റ്ലി 3 into 10⁻⁹ base pairs, and if the cost of sequencing required is $3 per base pair, the estimated cost in the beginning, the total estimated cost of the project would be approximately $9 billion. ഇങ്ങനെ ഒരു മെഗാ പ്രോജക്റ്റ് അവർ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഓരോ ബേസ് പെയറും സീക്വൻസ് ചെയ്യാൻ $3 വേണം എന്നും, അതുകൊണ്ട് ഈ കംപ്ലീറ്റ് ബേസ് പെയർസ് സീക്വൻസ് ചെയ്തെടുക്കാൻ $9 billion ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇനി ഈ ഹ്യൂമൻ ജീനോം സീക്വൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ ഇഫ് വി ഒബ്റ്റെയിൻ ദ സീക്വൻസ് വെയർ ടു ബി സ്റ്റോർഡ് ഇൻ ടൈപ്പ് ഫോം ഇൻ ബുക്സ് ആൻഡ് ഇഫ് each page of the book contained 1,000 letters and each book contained 1,000 pages, then 3,300 such books would be required to store the information of DNA sequence from a single human cell. അതായത് ഒരു ഹ്യൂമൻ സെല്ലിൽ നിന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ 3,300 ബുക്ക്, 1000 പേജുള്ള 3,300 ബുക്കിൽ ഓരോ പേജിലും 1000 ലെറ്റേഴ്സ് വീതം എഴുതണം. The enormous amount of data expected to be generated also necessitated the use of high-speed computational devices for data storage and retrieval and analysis. അതുകൊണ്ട് തന്നെ ഈ ഒരു എന്താ പറയാ ഹാർഡ് കോപ്പി ആയിട്ട് ഇതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല എന്നും, ഇതിനെ സ്റ്റോർ ചെയ്യണം എങ്കിൽ ഇത്രയും അധികം ഒരു ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് അത് യൂസ് ചെയ്യാൻ സ്റ്റോറേജിന് വേണ്ടിയിട്ടും അതേപോലെ പിന്നീട് ആവശ്യങ്ങൾക്കുള്ള റിട്രീവലിന് വേണ്ടിയിട്ടും അനാലിസിസിനൊക്കെ ഈ കമ്പ്യൂട്ടേഷണൽ ഡിവൈസസ് വേണ്ടതായിട്ട് വന്നു. SGP വാസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ റാപ്പിഡ് ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂ ഏരിയ ഇൻ ബയോളജി കോൾഡ് ആസ് ബയോഇൻഫർമാറ്റിക്സ്. SGP ഈ ബയോഇൻഫർമാറ്റിക്സ് എന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയോട് ക്ലോസ്ലി അസോസിയേറ്റഡുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബയോഇൻഫർമാറ്റിക്സിലെ കുറേ ടെക്നിക്സ് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ കിട്ടിയ ആ സീക്വൻസ് ഇൻഫർമേഷന് സ്റ്റോർ ചെയ്യാനും അതിനെ വീണ്ടും അനലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളായി എന്നർത്ഥം കേട്ടോ. എന്തായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഗോൾസ്? ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ കുറെ ഇമ്പോർട്ടന്റ് ഗോൾസ് ഏകദേശം 20,000 to 25,000 ജീൻസ് ഹ്യൂമൻ DNA-ലുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗോൾ. പിന്നെ 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസ്, ഹ്യൂമൻ DNA ഉണ്ടാക്കിയിട്ടുള്ള 3 ബില്യൺ കെമിക്കൽ ബേസ് പെയർസ് ഡിറ്റർമൈൻ ചെയ്യുക. ഈ ഇൻഫർമേഷൻ എല്ലാം ഒരു ഡാറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. അതേപോലെ ഡാറ്റ അനാലിസിസ്, പിന്നീട് ഈ ഡാറ്റാബേസിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ടെക്നോളജി പല സെക്ടറിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ഒക്കെ അതായത് ഇത് ഫർദർ യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ DNA സീക്വൻസിങ് വേറെ പല ഓർഗാനിസത്തിനും ചെയ്യാനും ആ ഓർഗാനിസത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡിലോ ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്ത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടർ ആസ് ഇൻഡസ്ട്രീസ് എന്നുദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതായത് ധാർമ്മികമായിട്ടും അതുപോലെ ലോപരമായിട്ടും അതുപോലെ സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹികമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗോളായിരുന്നു. കാരണം ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഇതേപോലത്തെ കുറേ കോൺസിക്വൻസസ് ഉണ്ടാവുമെന്നും അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതും ഇതിൻ്റെ ഒരു ആവശ്യകതയായിരുന്നു. ഇനി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് 13 വർഷം ആണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പ്ലാൻ ചെയ്തത്. അത് കോർഡിനേറ്റ് ചെയ്ത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എനർജിയും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തും കൂടിയിട്ടാണ് കേട്ടോ. ആദ്യം ആയിട്ട് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ മേജർ പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തത് വെൽക്കം ട്രസ്റ്റ് യുകെയുടെ വെൽക്കം ട്രസ്റ്റ് എന്ന ഗ്രൂപ്പാണ്. അതേപോലെ പിന്നീട് ജപ്പാനും ഫ്രാൻസും ജർമ്മനിയും ചൈനയും ഒക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് 2003-ലാണ്. അതായത് 1990 സ്റ്റാർട്ട് ചെയ്ത് 13 വർഷം എടുത്ത് 2003 അത് കംപ്ലീറ്റ് ചെയ്തു.
കേട്ടോ. ഈ ഓരോ ഇൻഡിവിജ്വലും തമ്മിലുള്ള വ്യത്യാസം ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നിന്ന് മനസ്സിലാക്കിയതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനും ആ ജനറ്റിക് ഡിസോർഡേഴ്സ് അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനും അത് ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം കേട്ടോ. ഈ പറയുന്ന സെയിം പ്രോജക്റ്റ് നമ്മൾ നോൺ ഹ്യൂമൻ ഓർഗാനിസംസിൽ, അതായത് പല എന്താണ് ബാക്ടീരിയ, അതേപോലെ തന്നെ ഈസ്റ്റ്, അതേപോലെ വല്ല നെമാറ്റോഡ്, ചില ഫ്രൂട്ട് ഫ്ലൈസ് പോലത്തെ ഫ്ലൈസിൽ, റൈസിൽ, ചില പ്ലാന്റ്സിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും DNA സീക്വൻസ് നമ്മൾ സീക്വൻസ് ചെയ്ത് എടുക്കുമ്പോൾ അവരുടെ നാച്ചുറൽ കേപ്പബിലിറ്റീസ്, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചില ചലഞ്ചസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാച്ചുറൽ കേപ്പബിലിറ്റി ഈ ഓർഗാനിസത്തിലുണ്ടെങ്കിൽ നമുക്ക് അത് മേക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഹെൽത്ത് കെയർ ഫീൽഡിൽ യൂസ് ചെയ്യാം, അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യാം, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, എൻവറോൺമെന്റൽ റെമഡിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എൻവറോൺമെന്റൽ പൊല്യൂഷനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായി. അതേപോലെ കുറേ നോൺ ഹ്യൂമൻ മോഡൽസ് ഇതുവരെ സീക്വൻസ് ചെയ്തതുണ്ട്. അതായത് ബാക്ടീരിയ, ഈസ്റ്റ്, സിനോറാബ്ഡിറ്റിസ് എലിജൻസ്, അതൊരു ഫ്രീ ലിവിംഗ് നോൺ പാത്തോജനിക് നെമാറ്റോഡാണ് കേട്ടോ. അതേപോലെ ഡ്രോസോഫില, പ്ലാന്റ്സ് ലൈക്ക് റൈസ് ആൻഡ് അരാബിഡോപ്സിസ്, ഇതിനെയൊക്കെ ഓൾറെഡി സീക്വൻസ് ചെയ്തതാണ്. അപ്പോൾ അത്രയൊന്നും നമുക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് മെത്തഡോളജീസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നോക്കാം കേട്ടോ. Goals of Human Genome Project. Some of the important goal of Human Genome Project are as follows: identify the approximately 20 to 25,000 genes in human DNA, determine the sequence of 3 billion chemical base pairs that make up human DNA, store this information in databases, improve tools for data analysis, transfer related technologies to other sectors such as industries, address the ethical, legal and social issues, that is LC, that may arise from the project. The Human Genome Project was a 13-year project coordinated by the US Department of Energy and National Institute of Health. During the early years of Human Genome Project, the Wellcome Trust UK became a major partner. Additional contributions came from Japan, France, Germany, China and others. The project was completed in 2003. Knowledge about the effect of DNA variation among individuals can lead to revolutionary new way to diagnose, treat and someday prevent the thousands of ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് ഹ്യൂമൻ ബീങ്സ്. അതായത് ഇപ്പോൾ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചെയ്തപ്പോൾ ഓരോ ആളുകളിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം അനുസരിച്ച് നമുക്ക് പല ജനറ്റിക് ഡിസോർഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ബിസൈഡ് പ്രൊവൈഡിംഗ് ക്ലൂസ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ദ ഹ്യൂമൻ ബയോളജി, ലേണിംഗ് അബൌട്ട് നോൺ ഹ്യൂമൻ ഓർഗാനിസം DNA സീക്വൻസ് ക്യാൻ ലെഡ് ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദർ നാച്ചുറൽ കേപ്പബിലിറ്റീസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടുവേർഡ് സോൾവിംഗ് ചലഞ്ചസ് ഇൻ ഹെൽത്ത് കെയർ, അഗ്രികൾച്ചർ, എനർജി പ്രൊഡക്ഷൻ, എൻവറോൺമെന്റൽ റെമഡിയേഷൻ. അതായത് ഹ്യൂമൻ ബീങ്സിനെ അല്ലാതെ വേറെ പല ഓർഗാനിസത്തിനെയും DNA സീക്വൻസിങ് ചെയ്തപ്പോൾ അതിന്റെ ചില നാച്ചുറൽ കേപ്പബിലിറ്റീസ് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. മെനി നോൺ ഹ്യൂമൻ മോഡൽ ഓർഗാനിസം സച്ച് ആസ് ബാക്ടീരിയ, ഈസ്റ്റ്, സിനോറാബ്ഡിറ്റിസ് എലിജൻസ്, എ ഫ്രീ ലിവിംഗ് നോൺ പാത്തോജനിക് നെമാറ്റോഡ്, ഡ്രോസോഫില, ദ ഫ്രൂട്ട് ഫ്ലൈ, പ്ലാന്റ്സ്, റൈസ് ആൻഡ് അരാബിഡോപ്സിസ് എക്സെട്ര ഹാവ് ഓൾസോ ബീൻ സീക്വൻസ്ഡ്. ഓക്കെ, ഇനി മെത്തഡോളജീസ്, എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഒരു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്തത്? അതായത് എല്ലാ ജീൻസും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ് ഉണ്ടാക്കി. അതായത് എല്ലാ ജീൻസും ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ജീൻസും സീക്വൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്നറിയോ പോസിബിൾ ആവുന്നത്? ഇപ്പോൾ ഒരു DNA നമ്മുടെ ബോഡിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ DNA സെല്ലിന്റെ ഉള്ളിൽ ട്രാൻസ്ക്രൈബ് ചെയ്ത് mRNA ആയിട്ട് മാറും. ആ mRNA ട്രാൻസ്ക്രൈബ് ചെയ്ത് വരുന്ന ആ mRNA സീക്വൻസിൽ എന്തേ ഉണ്ടാവുള്ളൂ? എക്സോൺ സീക്വൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? സ്പ്ലൈസിങ് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻട്രോൺ സീക്വൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് എക്സോൺ സീക്വൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു എക്സോൺ സീക്വൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം DNA സീക്വൻസർ വെച്ച്. അതല്ലെങ്കിൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതൊരു മെത്തേഡാണ് അവർ അപ്രോച്ച് ചെയ്തത്. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് സീക്വൻസിങ്, അതായത് ഹോൾ സെറ്റ് ഓഫ് ജീനോം, അതായത് കോഡിംഗ്, നോൺ കോഡിംഗ് സീക്വൻസ്, അതായത് ഇൻട്രോൺ സീക്വൻസും എക്സോൺ സീക്വൻസും എല്ലാം കൂടി അങ്ങോട്ട് സീക്വൻസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ സീക്വൻസ് അനോട്ടേഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് ആ കംപ്ലീറ്റ് ജീനോമിൽ എവിടെയൊക്കെയാണ് ആക്ച്വലി എക്സോൺ സീക്വൻസ് ഇരിക്കുന്നത്, ആക്ച്വലി ഒരു പർട്ടിക്കുലർ ജീൻ ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗിൽ എക്സ്പ്രസ് ചെയ്യുന്ന ജീനിനെ ടാഗ് ചെയ്തു, എക്സ്പ്രസ് ചെയ്യുന്ന ജീനിനെ സീക്വൻസ് ചെയ്തു. സീക്വൻസ് അനോട്ടേഷനിൽ കംപ്ലീറ്റ് ജീനോമിനെ സീക്വൻസ് ചെയ്തതിന് ശേഷം എവിടെയാണ് ആ എക്സ്പ്രസ്ഡ് സീക്വൻസ് ഇരിക്കുന്നത് എന്ന് അനോട്ടേറ്റ് ചെയ്തു കൊടുത്തു.
കേട്ടോ. അപ്പോൾ ഈ സീക്വൻസിങ് അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ DNA നമ്മളൊരു സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യണം സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ആ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ DNA ഐസൊലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ടുണ്ട് DNAയുടെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതൊരു വലിയ നീളമുള്ള പോളിമർ ആയിരുന്നു എന്ന് പറഞ്ഞ് അല്ലേ? അപ്പോൾ അങ്ങനെ അത്രയും നീളമുള്ള ഒരു പോളിമറിനെ ഒറ്റയടിക്ക് സീക്വൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി അല്ല. അപ്പോൾ അതിനെ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെയാണ് പിന്നീട് അതിൻ്റെ നമ്പർ ആംപ്ലിഫൈ ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിനെ സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് DNA സീക്വൻസ് ഇങ്ങനെയുള്ള ഒരു DNA സീക്വൻസ് ആണെന്നിരിക്കട്ടെ, ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിക്കണം. ഇതിനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് ഓരോന്നിനെ സീക്വൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് കഴിയുമ്പോൾ വെരി ലിമിറ്റഡ് നമ്പർ ഒരു പീസൊക്കെ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നറിയോ? ഫസ്റ്റ് ഇറ്റ് ഹാസ് ടു ആംപ്ലിഫൈ ദ നമ്പർ ഓഫ് ദി സീക്വൻസ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ നമ്പർ ഓഫ് സീക്വൻസ് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വെക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതായത് ഒരു പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. ഈ പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഈ DNA ഇതിനെ നമുക്ക് നേരെ ഏതെങ്കിലും ബാക്ടീരിയയിലേക്ക് കൊടുക്കാം. അപ്പോൾ ബാക്ടീരിയൽ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത് ഈ പ്ലാസ്മിഡ് വെക്ടറോട് കൂടിയ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് നമുക്ക് വേണ്ട ജീൻ, അത് അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്തോളും. ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന DNA വിത്ത് അവർ ജീൻ ഇവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്തോളും. എന്നിട്ട് എന്ത് ചെയ്യും? കുറേ ബാക്ടീരിയ ആയി കഴിയുമ്പോൾ ഈ ബാക്ടീരിയനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് ആ സെപ്പറേറ്റ് ചെയ്ത ബാക്ടീരിയന്ന് ഈ പറയുന്ന പ്ലാസ്മിഡിനെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമ്മളിതാ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ആ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു എൻസൈം ഉണ്ട് കേട്ടോ. ആ എൻസൈമിനെ യൂസ് ചെയ്ത് ഇതിനെ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഇഷ്ടംപോലെ കോപ്പി കിട്ടിയില്ലേ? നമ്മുടെ ഈ ഒരു കോപ്പി മാത്രം ഉണ്ടായിരുന്നു, നമ്മളത് ആംപ്ലിഫൈ ചെയ്തു. ആ ആംപ്ലിഫൈ ചെയ്ത് എന്ത് പ്രൊസീജിയർ വെച്ചാൽ? ക്ലോണിംഗ് പ്രൊസീജിയർ വെച്ചാൽ. ക്ലോണിംഗ് പ്രൊസീജിയർ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ബൈ ഇൻട്രൊഡ്യൂസിങ് ഇൻ ടു എ ഹോസ്റ്റ് ഓർഗാനിസം ബൈ ഇൻകോർപ്പറേറ്റിംഗ് വിത്ത് വെക്ടർ മോളിക്യൂൾ. വെക്ടർ മോളിക്യൂളുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് റിപ്ലിക്കേഷൻ നടക്കണമല്ലോ. റിപ്ലിക്കേഷൻ നടന്നാലല്ലേ അത് ആംപ്ലിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അവിടെ വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന വെക്ടറും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന വെക്ടറും ഒക്കെയാണ് അവിടെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ DNA സീക്വൻസിങ് വളരെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള DNA സീക്വൻസ് ആണ് നമുക്ക് ക്ലോൺ ചെയ്തെടുക്കേണ്ടത്, അതായത് ആംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് കുറച്ച് അധികം DNA ക്യാരി ചെയ്യാൻ കഴിയുന്ന വെക്ടർ വേണം. അതാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറഞ്ഞാൽ പ്ലാസ്മിഡിനെ പോലെ വെക്ടറായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ക്യാരിയിങ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാസ്മിഡിനെ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്താണ്. അതാണ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം എന്ന് പറയുന്നത്. അതുപോലെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, അതിന് അതിൽ കൂടുതൽ DNA ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഈസ്റ്റിൻ്റെ ഒരു DNA അത് മോഡിഫൈ ചെയ്തിട്ട്, ഈസ്റ്റിൻ്റെ DNA മോഡിഫൈ ചെയ്തിട്ട് ആ ഈസ്റ്റ് DNAയിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനുള്ള ആ ഈസ്റ്റ് DNAയിൽ ഫോറിൻ DNA എടുക്കത്തക്ക രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. അതിനെ വെക്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ സാധാരണയായിട്ട് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വെക്ടേഴ്സ് BACയും YAC ആണ് കേട്ടോ. ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദ മെത്തേഡ്സ് ഇൻവോൾവ് two major approaches. രണ്ട് രീതിയിലാണ് ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നെ അപ്രോച്ച് ചെയ്ത്. വൺ അപ്രോച്ച് ഫോക്കസ്ഡ് ഓൺ ഐഡന്റിഫൈങ് ഓൾ ദി ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA റെഫർ ടു ആസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ഒരു മെത്തേഡ് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീൻസും അത് RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന, അതായത് tRNAയോ mRNAയോ rRNAയോ അതേപോലെ തന്നെ snRNAയോ അങ്ങനെയൊക്കെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആ RNAനെ സീക്വൻസ് ചെയ്തു. RNAനെ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ RNAനെ DNA ആക്കി കൺവേർട്ട് ചെയ്യാം. RNAനെ എങ്ങനെ DNA ആയിട്ട് കൺവേർട്ട് ചെയ്യാം? നമ്മൾ DNAനെ RNA ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിന് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാം. അങ്ങനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് RNAനെ DNA ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ DNAനെ നമുക്ക് സീക്വൻസ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ജീനിൻ്റെയും സീക്വൻസ് നമുക്ക് കിട്ടി അല്ലേ? DNA സീക്വൻസ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം വെച്ചാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്നത് കേട്ടോ. അതല്ലെങ്കിൽ ദ അതർ took the blind approach of simply sequencing the whole set of genome that contain all the coding and non-coding sequence and later assigning different regions in the sequence with functions, a term referred to as sequence annotation. അതല്ലാതെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ജീനോമിനെ സീക്വൻസ് ചെയ്തെടുക്കുക. അത് നോൺ കോഡിംഗ് ആയിക്കോട്ടെ കോഡിംഗ് സീക്വൻസ് ആയിക്കോട്ടെ എല്ലാം ഉൾപ്പെടുന്ന കംപ്ലീറ്റ് ഇൻട്രോൺസിനും എക്സോൺസിനും ഒക്കെ സീക്വൻസ് ചെയ്തെടുത്തതിന് ശേഷം ഈ എക്സ്പ്രസ്ഡ് സീക്വൻസിനെ അതിൽ അനോട്ടേറ്റ് ചെയ്യുക. ഇന്ന പൊസിഷനിലാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് വരുന്നത് എന്ന് അനോട്ടേറ്റ് ചെയ്യുക. അത് വേറൊരു മെത്തേഡ്.
മെത്തേഡാണ്. ഫോർ സീക്വൻസിങ് ദ ടോട്ടൽ DNA ഫ്രം എ സെൽ ഈസ് ഐസൊലേറ്റഡ് ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെന്റ്സ് ഓർ റിലേറ്റീവ്ലി സ്മോളർ സൈസസ്. റീകോൾ DNA is a very long polymer and there are technical limitations in sequencing very long piece of DNA and cloned in suitable host using specialized vector. ഇനി സീക്വൻസിങ്ങിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് DNA ഒരു സെല്ലിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യും. അതിന് റാൻഡം ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആയിട്ട് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിനെ ആ ഓരോന്നിനെയും ആ ഓരോ ഫ്രാഗ്മെന്റിനെയും ക്ലോൺ ചെയ്ത് കൂടുതൽ ആംപ്ലിഫൈ ചെയ്ത് കുറേ നമ്പർ കൂട്ടി അത് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ വെക്ടർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ആംപ്ലിഫൈ ചെയ്തതിനെ നമുക്ക് DNA സീക്വൻസിങ് ചെയ്തെടുക്കാം. ദ ക്ലോണിംഗ് റിസൾട്ടഡ് ഇൻ ടു ആംപ്ലിഫിക്കേഷൻ ഓഫ് ഈച്ച് പീസ് ഓഫ് DNA. ക്ലോണിംഗ് കൊണ്ട് DNAയുടെ ഫ്രാഗ്മെന്റ്സിന്റെ നമ്പർ കൂട്ടാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് സബ്സീക്വന്റ്ലി കുഡ് ബി സീക്വൻസ്ഡ് വിത്ത് ഈസ്. അപ്പോൾ നമുക്ക് ഒരു DNA ഫ്രാഗ്മെന്റ് നഷ്ടപ്പെടാതെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസ് ചെയ്തെടുക്കാൻ പറ്റും. ദ കോമൺലി യൂസ്ഡ് ഹോസ്റ്റ് വെയർ ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. അതിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഹോസ്റ്റ് ഓർഗാനിസം ബാക്ടീരിയയും ഈസ്റ്റും ആണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും അതുപോലെ തന്നെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമുമാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വെക്ടർ. ഇനി ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത ഈ ഫ്രാഗ്മെന്റ്സ് നമുക്ക് സീക്വൻസ് ചെയ്തെടുക്കണം. സീക്വൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത സയന്റിസ്റ്റ് ആരാന്നറിയോ? ഫ്രെഡറിക് സാങ്ങർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഈ ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ഈ പ്രോട്ടീനിലുള്ള അമിനോ ആസിഡിനെ റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ സീക്വൻസ് ചെയ്തെടുക്കാനുള്ള മെത്തേഡും ഡെവലപ്പ് ചെയ്തത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ഈ സീക്വൻസ് റീഡ് ചെയ്തെടുത്തതിന് ശേഷം ഓവർലാപ്പിംഗ് റീജിയൻ വരുന്ന അവിടെ വെച്ച് കൂട്ടിപ്പിടിപ്പിക്കാം. അതൊക്കെ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് കേട്ടോ. ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ്സ് വരുന്ന എങ്ങനെയാണ്? നമ്മൾ പല റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യും. ഇപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ഇവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ, ഈ ഭാഗമാണ് കട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഇവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ 4 ഫ്രാഗ്മെന്റാണ് കിട്ടിയത്. ഇനി വേറൊരു റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് ഞാൻ കട്ട് ചെയ്യാണ്. അപ്പോൾ കട്ട് ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ നോക്കിക്കേ, ഇതിന്റെ ഇടയിൽ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് ഓൾറെഡി കിട്ടി. ഈ ഒരു സീക്വൻസ് നമുക്ക് ഓൾറെഡി കിട്ടിയതാ അല്ലെ? ഇതൊരു ഓൾറെഡി നമുക്ക് കിട്ടിയതാ. ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് സ്ട്രാൻഡ് നമുക്കറിയാം. ഇനി വേറൊരു സീക്വൻസ് നമുക്ക് കിട്ടി, ഇതേപോലെ ഒരു സീക്വൻസ് കിട്ടി. അതായത് ഈ ചുമപ്പിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സീക്വൻസ് കിട്ടി. അപ്പൊ അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ, ഇത് ഇവിടെ കട്ട് ചെയ്ത് പോയതാ, പക്ഷെ ഇത് എൻറ്റയർ സീക്വൻസ് ആണല്ലോ. അപ്പൊ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് കണ്ടിന്യൂഷൻ ഏതാണ് വരുന്നത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ പല റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് പല സൈറ്റിൽ കട്ട് ചെയ്ത് അതിനെ തമ്മിൽ കമ്പയർ ചെയ്യിപ്പിച്ച ആണ് ഇത് ഒരു ഓവർലാപ്പിംഗ് സീക്വൻസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇത് ഈ ഓവർലാപ്പിംഗ് സീക്വൻസ് വെച്ച് അതിനെ അലൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ. അതിന് സ്പെഷ്യൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് ലൈക്ക് ബ്ലാസ്റ്റ്, ക്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അത് ബയോ ഇൻഫർമാറ്റിക്സിൽ ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഈ സീക്വൻസിനെ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്താൽ മതി. കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവർലാപ്പിംഗ് സീക്വൻസ് അനുസരിച്ച് കമ്പ്യൂട്ടർ അതിനെ കൂട്ടിപ്പിടിപ്പിച്ച് തരും കേട്ടോ. ഈ സീക്വൻസ് പിന്നീട് അനോട്ടേറ്റ് ചെയ്യാനും ഓരോ ക്രോമസോമിലെ ഇത് ഇന്ന ക്രോമസോമിലെ ആണ് അനോട്ടേറ്റ് ചെയ്യാനും ഈസി ആയ രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ സീക്വൻസ് ചെയ്തെടുത്ത ക്രോമസോമിൽ ഏറ്റവും അവസാനം കംപ്ലീറ്റ് ചെയ്ത ക്രോമസോം നമ്പർ 1 ആണ് കേട്ടോ. 2006 ആയി ക്രോമസോം നമ്പർ അനോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ സീക്വൻസ് ചെയ്ത് മൊത്തം 24 ക്രോമസോമാണ്. അതിനകത്ത് 22 ഓട്ടോസോംസും 2 സെക്സ് ക്രോമസോമുമാണ്. സെക്സ് ക്രോമസോം വന്നിട്ട് എക്സ് ക്രോമസോമും വൈ ക്രോമസോമുമാണ് ഇതിനകത്ത് സീക്വൻസ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിനകത്ത് മേജർ ചലഞ്ചിങ് ടാസ്ക് എന്തായിരുന്നു എന്നറിയോ? ഫിസിക്കൽ ആൻഡ് ജനറ്റിക് മാപ്പ്, ജീനോമിന്റെ ഫിസിക്കൽ ആൻഡ് ജനറ്റിക് മാപ്പ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഇങ്ങനെ ഈ കൂട്ടിപ്പിടിപ്പിക്കാൻ നമ്മൾ പറഞ്ഞില്ലേ, അപ്പോഴും നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ DNA-ക്ക് പോളിമോർഫിസം ഉണ്ട്. അതായത് DNA-യിൽ റിപ്പീറ്റഡ് സീക്വൻസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, റിപ്പീറ്റഡ് സീക്വൻസ് ഇങ്ങനെ വരുമ്പോൾ അത് ഓരോ DNA-യിലും ഓരോ തരത്തിലായിരിക്കും ഈ പറയുന്ന റിപ്പീറ്റഡ് സീക്വൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് റെക്കഗ്നീഷൻ സൈറ്റ് ഈ പറയുന്ന റിപ്പീറ്റഡ് സീക്വൻസിലാണ് വരിക. അപ്പോൾ അവിടെയാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന സീക്വൻസ് ഞാൻ കാണിച്ചു തരാം. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത് ഈ ഒരു റീജിയൻ വന്നിട്ട് കുറേ റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും. ഈ റീജിയനും കുറേ റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും. ഈ റീജിയനും കുറേ റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിപ്പീറ്റഡ് സീക്വൻസ് എല്ലായിടത്തും വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ ഓവർലാപ്പിംഗ് സീക്വൻസ് തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ
കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതൊരു ചലഞ്ചിങ് ടാസ്ക് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് റെക്കഗ്നീഷൻ സൈറ്റ് കട്ട് ചെയ്യുന്ന പോളിമോർഫിസം കാണിക്കുന്ന, പോളിമോർഫിസം എന്ന് പറയുന്ന ഓരോ ഓർഗാനിസത്തിലും ഈ ആ ഒരു DNA സീക്വൻസ് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് പലരിലും പല രീതിയിലായിരിക്കും. ഇൻട്രോൺ സീക്വൻസ് എങ്ങനെയാണെങ്കിലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഇൻട്രോൺ സീക്വൻസ് പല രീതിയിലായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂട്ടിപ്പിടിപ്പിക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പോളിമോർഫിക് സീക്വൻസ് ഫിംഗർ പ്രിൻറ്റിങ്ങിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ ഈ പോളിമോർഫിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പോളിമോർഫിസം എന്നറിയോ? ഇപ്പം ഞാനും നിങ്ങളും തമ്മിൽ DNA സീക്വൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ DNA എക്സോൺ സീക്വൻസ് എക്സാക്ട്ലി സിമിലർ ആയിരിക്കും നിങ്ങളുടെ DNA എക്സോൺ സീക്വൻസ്. അതേസമയം എൻ്റെ DNA ഇൻട്രോൺ സീക്വൻസ് ഉണ്ടല്ലോ, ജങ്ക് ജീൻസ്, അത് എങ്ങനെ വേണമെങ്കിലും ആവാം. മറ്റുള്ളവരുടെ ബോഡിയിലെ ഇൻട്രോൺ സീക്വൻസ് ജങ്ക് സീക്വൻസ് അത് എങ്ങനെ വേണമെങ്കിലും ആവാം. അത് പല റിപ്പീറ്റഡ് സീക്വൻസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ആ റിപ്പീറ്റഡ് സീക്വൻസ് വേരിയേഷൻ കാണിക്കാം ഓരോ ഇൻഡിവിജ്വലിലും. അവിടെയാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചെയ്യുമ്പോൾ. ആ സീക്വൻസിങ് ടൈമിൽ ഓരോ ആളുടെയിലും വ്യത്യാസം ഉള്ളതും അതേപോലെ തന്നെ ഒരേ തരത്തിലുള്ള DNA സീക്വൻസ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഒരേ ഡിഫറെൻറ്റ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുമ്പോഴും ആ ഓവർലാപ്പിംഗ് റീജിയനൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നത്. അതൊക്കെ കൊണ്ടാണ് ഈ ഒരു പ്രോജക്റ്റ് കുറേ വർഷങ്ങൾ നീണ്ടുപോയതും ഇത്രയും എക്സ്പെൻസീവായി മാറിയതും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫും കൂടെ വായിച്ചു നോക്കിയിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നിർത്താം. എന്നിട്ട് അടുത്ത സെഷനിൽ ഞാൻ പറയാം ഈ പറയുന്ന ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സലിയൻ ഫീച്ചേഴ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ഫ്യൂച്ചർ ചലഞ്ചസും ഒക്കെ നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സി ഹിയർ, ഫ്രാഗ്മെന്റ്സ് വെയർ സീക്വൻസ്ഡ് യൂസിംഗ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസ് ദാറ്റ് വർക്ക്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എ മെത്തേഡ് ഡെവലപ്ഡ് ബൈ ഫ്രെഡറിക് സാംഗർ. ഈ DNA സീക്വൻസ് ചെയ്തെടുത്തത് ഫ്രെഡറിക് സാംഗർ ഡെവലപ്പ് ചെയ്ത DNA സീക്വൻസറിന്റെ സഹായത്തോടു കൂടിയാണ്. റിമെമ്പർ, സാംഗർ ഈസ് ഓൾസോ ക്രെഡിറ്റഡ് ഫോർ ഡെവലപ്പിംഗ് ദ മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ഓഫ് അമിനോ ആസിഡ് സീക്വൻസ് ഇൻ പ്രോട്ടീൻ. ഈ സാംഗർ തന്നെയാണ് പ്രോട്ടീനിലെ അമിനോ ആസിഡ് സീക്വൻസിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള മെത്തേഡും ഡെവലപ്പ് ചെയ്തെടുത്തത്. ദീസ് സീക്വൻസസ് വെയർ ദെൻ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ സം ഓവർലാപ്പിംഗ് റീജിയൻ പ്രസന്റ് ഇൻ ദം. ഈ സീക്വൻസസ് പിന്നീട് അറേഞ്ച് ചെയ്യുന്നത് ഓവർലാപ്പിംഗ് റീജിയൻസ് തമ്മിൽ കൂട്ടിപ്പിടിപ്പിച്ചിട്ടാണ്. ദിസ് റിക്വയർഡ് ജനറേഷൻ ഓഫ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ്സ് ഫോർ സീക്വൻസിങ്. ദിസ് റിക്വയർഡ് ജനറേഷൻ ഓഫ് ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ്സ് ഫോർ സീക്വൻസിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവർലാപ്പിംഗ് സീക്വൻസ് ജനറേറ്റ് ചെയ്യണം. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. പല റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് വെച്ച് കട്ട് ചെയ്താണ് ഈ ഓവർലാപ്പിംഗ് ഫ്രാഗ്മെന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അലൈൻമെന്റ് ഓഫ് ദി സീക്വൻസ് വാസ് ഹ്യൂമൻലി നോട്ട് പോസിബിൾ. ഇതിന് പിന്നീട് അലൈൻ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് വെയർ ഡെവലപ്ഡ് ഫോർ ദിസ്. ബയോഇൻഫർമാറ്റിക്സിലെ സ്പെഷ്യൽ കമ്പ്യൂട്ടർ ബേസ്ഡ് പ്രോഗ്രാംസ് ഈ പറയുന്ന സീക്വൻസ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് എടുത്തിട്ടുണ്ട്. ദി സീക്വൻസ് വെയർ സബ്സീക്വന്റ്ലി അനോട്ടേറ്റഡ് ആൻഡ് വെയർ അസൈൻ ടു ഈച്ച് ക്രോമസോം. ഇത് പിന്നീട് അനോട്ടേറ്റ് ചെയ്ത് ഇത് ഇന്ന ക്രോമസോമിലെ ആണ് എന്ന് അനോട്ടേറ്റ് ചെയ്ത് അതിനകത്ത് ഓരോ ക്രോമസോമിലെയും DNA സീക്വൻസ് വെൽ പ്ലേസ്ഡ് ആയിട്ട് നമുക്ക് കാണാം. പിന്നീട് അത് അസൈൻ ചെയ്ത് വിടും. ദ സീക്വൻസ് ഓഫ് ക്രോമസോം നമ്പർ 1 വാസ് കംപ്ലീറ്റഡ് ഓൺലി ഇൻ മെയ് 2006. മെയ് 2006 ഫസ്റ്റ് ക്രോമസോം സീക്വൻസ് ചെയ്ത് കഴിഞ്ഞ്. This was the last of 24 human chromosome, 22 autosomes and XY to be sequenced. 22 ഓട്ടോസോംസും XY ക്രോമസോമും സീക്വൻസ് ചെയ്തതിൽ ഏറ്റവും അവസാനം സീക്വൻസ് ചെയ്തത് കഴിഞ്ഞത് ക്രോമസോം നമ്പർ 1 ആണ്. അത് സീക്വൻസ് ചെയ്ത് കഴിഞ്ഞത് 2006 മെയിലാണ്. അനദർ ചലഞ്ച് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അനദർ ചലഞ്ചിങ് ടാസ്ക് വാസ് അസൈനിങ് ദ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ഓൺ ദ ജീനോം. പിന്നെ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പ് ജീനോമിൽ ചെയ്യാനായിരുന്നു അടുത്ത ബുദ്ധിമുട്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദിസ് വാസ് ജനറേറ്റഡ് യൂസിങ് ഇൻഫർമേഷൻ ഓൺ പോളിമോർഫിസം ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് റെക്കഗ്നീഷൻ സൈറ്റ്. അത് ചെയ്തത് തന്നെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിന്റെ റെക്കഗ്നീഷൻ സൈറ്റിലുള്ള പോളിമോർഫിസം കൊണ്ടാണ് ആ ഓവർലാപ്പിംഗ് സീക്വൻസ് ഉണ്ടതും അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതും അങ്ങനെയാണ് അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തത്. എന്നാൽ ഈ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് ഒരേപോലെ അല്ല മറ്റുള്ള ഇൻഡിവിജ്വലിൽ കാണുന്നത് എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടിയായി അത് പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാനുള്ള. ആൻഡ് സം റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് നോൺ ആസ് മൈക്രോ സാറ്റലൈറ്റ്. മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, 1 മുതൽ 10, അതായത് ഇപ്പോൾ GTAC എന്ന് പറയുന്ന ഒരു ബേസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയെന്നിരിക്കട്ടെ, ഇതൊരു മൈക്രോ സാറ്റലൈറ്റാണ്. GTAC ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മൈക്രോ സാറ്റലൈറ്റാണ്. അതേസമയം 10 കൂടുതൽ ന്യൂക്ലിയോടൈഡ് ഒരുമിച്ച് ഇങ്ങനെ റിപ്പീറ്റ് GTAC, TACG, CG അങ്ങനെ GTAC, TACG, CG
GTAC, TACG, CG അങ്ങനെ പറഞ്ഞിട്ട് ഒരു 10 ന്യൂക്ലിയോടൈഡ് വീതം റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് മിനി സാറ്റലൈറ്റാണ്. മാക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 100 കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് മാക്രോ സാറ്റലൈറ്റ് എന്ന് പറയും കേട്ടോ. 100 കൂടുതൽ ന്യൂക്ലിയോടൈഡ് വന്നിട്ട് ആ 100 കൂടുതൽ ന്യൂക്ലിയോടൈഡ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക, അതിനെയാണ് നമ്മൾ മാക്രോ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന മൈക്രോ സാറ്റലൈറ്റും മിനി സാറ്റലൈറ്റും മാക്രോ സാറ്റലൈറ്റും ഒക്കെ അതിൻ്റെ DNA സീക്വൻസിൽ പോളിമോർഫിസം കാണിക്കും ഓരോ ഓർഗാനിസത്തിൽ നിന്ന് നെക്സ്റ്റ് ഓർഗാനിസത്തിലേക്ക് പോകുന്തോറും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ DNA സീക്വൻസിങ് ചെയ്തപ്പോൾ വളരെ ബുദ്ധിമുട്ട് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ പോളിമോർഫിസം, ആ റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസിൽ കാണുന്ന ഈ പോളിമോർഫിസം DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ വളരെ യൂസ്ഫുൾ ആണ്. DNA ഫിംഗർ പ്രിൻറ്റിങ് അതിനെ ബേസ് ചെയ്തിട്ടാണ്. അത് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ സെഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഇവിടെ കേട്ടോ.